നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാലമാമേ, ചായ. ആകാശിന് കൊടുത്തോ? ആ, കുടിച്ചു. മോള് കുടിച്ചോ? ആ, കുടിച്ചു. എല്ലാരും ഉണ്ടല്ലോ. ഞാൻ എങ്ങനെ ചെന്ന് കാര്യം അവതരിപ്പിക്കും? എന്താ മോനെ, നീ കാര്യം പറയാൻ എവിടെ ഇരിക്കാന്നോ? പറയാൻ വന്നതാ ഗോവിന്ദമാമ. കാക്കൂത്തിയും അച്ഛനും മാത്രമല്ല, ലൈൻ കമ്പിയിൽ കാക്കകൾ ഇരിക്കുന്നത് പോലെ എല്ലാം കൂടെ നിരന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ എങ്ങനെ ചെന്ന് പറയും? മോൻ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യേ. ഗോവിന്ദമാമ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്തത്. ഒന്നും നടന്നില്ല. ഇതങ്ങനെയല്ല, പറയുന്ന അങ്ങോട്ട് കേക്ക്. ഓഫീസിലെ സൗമ്യയുടെ ഫോൺ വന്നെന്ന് പറഞ്ഞ് നീ സംസാരിച്ചുകൊണ്ട് ചെല്ലണം. ചാരു വരുന്നില്ലെന്ന് ബാലൻ കേൾക്കെ ശബ്ദമുയർത്തി സംസാരിക്കണം. അപ്പം ബാലൻ കാര്യം ചോദിക്കും. മനസ്സിലായി ഗോവിന്ദമാമ. ഗോവിന്ദമാമ, ഇനി എന്റെ പെർഫോമൻസ് കണ്ടോ ഗോവിന്ദമാമ? മോൻ ചെല്ലേ, ഞാൻ ഒന്നും അറിയാത്ത പോലെ കാഷ്വലായിട്ടൊക്കെ വരാം. കാഷ്വല്. ഒരു മിനിറ്റ്. എന്താ? ആ, സൗമ്യ, ഞാനെത്തും. എന്തായാലും എത്തും. സൗമ്യയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമല്ലേ? ആ, നേരത്തെ തന്നെ വരാം. എന്താ പറഞ്ഞേ? കേട്ടില്ല. ചാരുവോ? സോറി സൗമ്യ, ചാരു വരുന്നില്ല എന്ന് പറഞ്ഞു. കുറെ പറഞ്ഞതാ കൂടെ വരാൻ. ഞാൻ മാത്രമല്ലല്ലോ, സൗമ്യ ക്ഷണിച്ചതല്ലേ ചാരുവിനെ. വരില്ല എന്നുള്ള വാശിയില്ല. ചാരു വരുന്നില്ലെങ്കിലും ഞാൻ വരാം. ഞാനിപ്പോ തന്നെ ഇറങ്ങും. ചാരു വരാത്തേനെ സൗമ്യക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചാരുവിനോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. എന്നാ ശരി. മോനെ, എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ? ആരായിരുന്നു ഫോണില്? അതോ, ഓഫീസിലെ സൗമ്യ. അല്ല, ചാരുമോളുടെ കാര്യം പറഞ്ഞു കേട്ടല്ലോ, വരുന്നില്ലെന്നോ ക്ഷണിച്ചു എന്നൊക്കെ. അത് അച്ഛാ, സൗമ്യയുടെ വീടിന്റെ പാല് കാച്ചായിരുന്നു ആലപ്പുഴയിൽ. ചാരുവിനെ സൗമ്യ ക്ഷണിച്ചതാ, എന്തായാലും വരണോന്ന്. സൗമ്യയോട് കാക്കൂത്തി വരാമെന്നും പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തിട്ട് എന്നോട് വരുന്നില്ല എന്നും പറഞ്ഞു. ഇപ്പോ സൗമ്യ വിളിച്ച് എന്നോട് ചോദിക്കുക ഇറങ്ങിയില്ലേന്ന്. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. എനിക്ക് നുണ പറയാൻ അറിയില്ലെന്ന് അച്ഛൻ അറിയാലോ. ഞാൻ സൗമ്യയോട് പറഞ്ഞു, ചാരു വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ വരുന്നേന്ന്. പാവം സൗമ്യ കരയുവാ. ചാരു വേണമെന്ന് നിർബന്ധം. ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? പോവാനായിട്ട് ഞാൻ കാക്കൂത്തിയെ വിളിച്ചതാ. അപ്പോ കാക്കൂത്തിനോട് ദേഷ്യപ്പെട്ടു. സൗമ്യയുടെയും ചാരുവിന്റെയും നടുവിൽ ഞാൻ നാണം കെട്ടുപോയച്ചാ. ചാരു വന്നില്ലാന്ന് വിചാരിച്ച് കുഞ്ഞുളിയും വിഷമിക്കണ്ട. പിന്നെ
അളിയന് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? ഞാൻ വരാൻ കൂടെ. ഏ, ഹ? അളിയ നല്ല സദ്യ ആയിരിക്കും, ചിലപ്പോ ബിരിയാണിയും കാണും. മിണ്ടാതിരിക്കുന്ന മേച്ച. മോളെന്തിനാ പോകുന്നില്ല എന്ന് വാശി പിടിക്കുന്നത്? ആ, 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 അത് ബാലമാമേ, മോളൊന്നും പറയണ്ട. ആ സൗമ്യ സന്തോഷത്തോടെ വിളിച്ചതല്ലേ. അവരോട് മോളെ ചെല്ലുന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല മോളെ. അതല്ല ബാലമാമേ, ഒരു പ്രാവശ്യം അക്കുച്ചേട്ടന്റെ ഓഫീസിൽ പോയി നാണക്കേടായതാ. വീണ്ടും അങ്ങനെ ഉണ്ടാവുന്ന പേടിച്ചിട്ടാ. മോളെ, എന്നോ ആരോ എന്തോ സംസാരിച്ചു എന്ന് കരുതി വീട്ടിൽ അടച്ചുപൂട്ടിരിക്കാനാണോ ഉദ്ദേശം? നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്തടത്തോളം ആരെന്തു പറഞ്ഞാലും അതിന് ചെവിയും മനസ്സും കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്നും കേൾക്കാത്ത പോലെ അങ്ങ് നടക്കണം. മോളിപ്പോ ആകാശിന്റെ കൂടെ പോയിട്ട് വാ. അവള് വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ, എന്തിനാ മാഷ ഉന്തിത്തള്ളി വിടുന്നേ? ഇവളില്ലെങ്കിൽ അവിടെ പാല് കാച്ചി നടക്കില്ലേ? ഇവൾ എവിടെയെങ്കിലും കാലെടുത്ത് വെച്ചാ അവിടെ എന്ത് നടക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഡാ, നീ കണ്ണേറ് തൊട്ടായിരിക്കാനാണോ ഇവിടെ കൂടെ കൊണ്ടു കിടക്കുന്നേ? അങ്ങനാണെങ്കിൽ കൊള്ളാം. അമ്മേ, കാക്കൂത്തി എന്റെ ഭാര്യ. ചാരുമോളെ, ബാലമാമനാ പറയുന്നത്. ആകാശിന്റെ കൂടെ പോയിട്ട് വാ. ശരി ബാലമാമേ. വാ വാ വാ, പെട്ടെന്ന് വാ, സമയമില്ല. വാ കൈന്ന് വിട്, വാ വാ. കൈന്ന് വിട്.